അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പെരുന്നാളിൻ്റെ തലേ ദിവസം ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് നമ്മളൊരു പെരുന്നാൾ സമ്മാനം കൊടുത്തിരുന്നു. ആ സമ്മാനം അവർക്ക് കിട്ടി ബോധിച്ചു, വലിയ സന്തോഷവുമായെന്ന് മനസ്സിലായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ഒരു സമ്മാനം അവർ തിരിച്ച് നമുക്കും തന്നിട്ടുണ്ട്. ആ സമ്മാനം ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പറ്റിയ സമ്മാനമല്ലത്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ത്വരീഖത്തുകാരോട് പറയാനുള്ളത്, ആ സമ്മാനം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിരിച്ചെടുത്ത് കൂട്ടത്തിലുള്ള കുഞ്ഞാടുകൾക്ക് വീതം വെച്ച് കൊടുത്താൽ മതി. എന്താണ് ആ സമ്മാനത്തിലുള്ളത്? ഇബ്ലീസിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുസ്ലിമാക്കണം, എന്നിട്ട് സ്വർഗത്തിൽ കടത്തണം. അത് വിശ്വാസികൾക്ക് ആവശ്യമുണ്ടോ? അത് ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ ആളുകൾക്കല്ലേ ആവശ്യമുള്ളത്? അവരുടെ നേതാവല്ലേ ഇബ്ലീസ്? ആ ഇബ്ലീസിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമുക്കെന്ത് കാര്യമുള്ളത്? എന്തായാലും ആ സമ്മാനം കുരുവട്ടൂർ നൗഷാദ് തന്നെ ആ സമ്മാനത്തിലുള്ളത് എന്താണെന്നൊന്ന് പറയട്ടെ. എന്താ പറയുന്നത്? എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് ഓ മുഅ്മിനാവൂല. അങ്ങനെ സ്ഥിരപ്പെട്ട ആളുകൾ, അബൂ ലഹബ് പോലെ, ഇബ്ലീസ് പോലെ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരോട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പൊ എന്താണ് നൗഷാദെ നിനക്ക് ഇതിൽ നിന്ന് കിട്ടിയത്? ഇബ്ലീസ് മുസ്ലിം ആകുമെന്നാണോ? തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണോ? എന്തെങ്കിലും ഒരു തെളിവ് പറയുമ്പോൾ അത് നമ്മുടെ വാദത്തെ സ്ഥാപിക്കാനുള്ള തെളിവായിരിക്കണ്ടേ? സത്യത്തിൽ ഇവൻ ഈ വായിച്ചത് എൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവാണ്. അതുപോലും ഈ സാധുവിന് മനസ്സിലായില്ല. എന്തൊക്കെയോ വായിക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ഇബ്ലീസിനെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി. എന്താണ് അവൻ പറഞ്ഞത്? ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് ഓ മുഅ്മിനാവൂല. എന്താ പറഞ്ഞത്? അല്ലാഹു തആലയുടെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ് അവൻ മുഅ്മിനാകൂല എന്നത്. എന്നിട്ട് അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും. അങ്ങനെ സ്ഥിരപ്പെട്ട ആളുകൾ, അബൂ ലഹബ് പോലെ, ഇബ്ലീസ് പോലെ, ഇങ്ങനെയുള്ള ആളുകൾ. അതെ, അബൂ ലഹബ് പോലെ, ഇബ്ലീസ് പോലെയുള്ള ആളുകൾ മുഅ്മിനാവുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ ഇൽമിൽ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഇൽമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം പിന്നെ തെറ്റാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹുവിന് ജഹലുണ്ട് എന്ന് വരില്ലേ? അത് മുഹാലല്ലേ? മുഹാലിലേക്ക് ചേർക്കുന്ന കാര്യവും മുഹാലല്ലേ? എന്തായാലും ബാക്കി കൂടി വായിക്കട്ടെ. എന്നിട്ട് എന്താണ് ശറഹുൽ അഖായിദിൽ പറഞ്ഞത് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അബൂ ലഹബ് പോലെ, ഇബ്ലീസ് പോലെ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരോട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്തുകൊണ്ട് തക്ലീഫ് വന്നു പറയുന്നത് കേട്ടോളൂ. മഹാനരായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ, ലികൗനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഈമാൻ കൊണ്ട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനായതിനു വേണ്ടി, ആ സംഭവമായതിനു വേണ്ടി, ആ പറഞ്ഞ ഇബ്ലീസ് അടക്കമുള്ളവരുടെ ഈമാൻ ആയതിനു വേണ്ടി, മഖ്ദൂറൻ ലിൽ മുകല്ലഫി ബിന്നദ്രി ഇലാ നഫ്സി. കണ്ടോ നിങ്ങൾ? ഇത് കൽപ്പിക്കപ്പെടുന്ന ആൾക്ക് സാധ്യമാകുന്നതായതുകൊണ്ടാണ് അതുകൊണ്ട് തക്ലീഫ് വന്നത്. അതിൽ വേറെ വരുന്ന സംഭവങ്ങളിലേക്കൊന്നും നോക്കാതെ അതിന്റെ ദാത്തിലേക്ക്, നഫ്സിലേക്ക് നോക്കുമ്പോൾ അത് സാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് കൽപ്പന വന്നത്. മൂപ്പരൊരു മഖ്ദൂറെന്നും കണ്ടു, പിന്നെ ഒരു മുക്കല്ലഫെന്നും കണ്ടു. എന്നാ പിന്നെ ഇന്നത്തത് അതുകൊണ്ട് ഒപ്പിക്കാമെന്ന് കരുതി വന്നതാണ്. മോനെ നൗഷാദെ, അതൊന്നും ഇവിടെ നടക്കൂല. എന്താ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ല പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞ അതേ ആശയമാണ്. അത് നീ കൊട്ടക്കണക്കിന് അർത്ഥം വെച്ചു പോയാൽ ജനങ്ങൾക്ക് തിരിയൂല എന്ന് വിചാരിച്ചോ? അതിനല്ലേ ഞങ്ങൾ ഇവിടെ വിശദീകരിക്കാനുള്ളത്. അപ്പോൾ മുംതനി ആയ ഒരു കാര്യം, മുംതനി എന്ന് പറഞ്ഞാൽ മുഹാലി എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അപ്പൊ മുഹാലായ ഒരു കാര്യം എങ്ങനെയാണത് മുഹാലായത്? ബിനാഅൻ അലാ അന്നല്ലാഹ തആല അലിമ ഖിലാഫഹു ഔ അറാദ ഖിലാഫഹു. അല്ലാഹു തആലയുടെ ഇൽമ് അതിനെതിരിലാണ് തഅല്ലുഖായിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ ഇറാദത്ത് അതിനെതിരിലാണ് തഅല്ലുഖായിരിക്കുന്നത്. അങ്ങനെയുള്ള മുഹാലായ ഒരു കാര്യം ക ഈമാനിൽ കാഫിരി വ ത്വാഅത്തിൽ ആസി, ഒരു അവിശ്വാസിയുടെ ഈമാൻ പോലെ
അല്ലെങ്കിൽ ഒരു അനുസരണക്കേട് കാണിച്ച ധിക്കാരം കാണിച്ച് നടന്ന ഒരാള് വഴിപ്പെടുന്നത് പോലെ ഫലാ നിസാഅ ഫീ വുഖൂഇ തക്ലീഫി ബിഹി, അതുകൊണ്ട് അങ്ങനെയുള്ള മുഹാലുകൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്നതിൽ തർക്കമേയില്ല. ഇനി ഇൽമ്, തഅല്ലുക്ക്, തക്ലീഫ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഒരു ഉദാഹരണ സഹിതം. ഇപ്പൊ അബൂലഹബ് മുസ്ലിം ആവുകയില്ല എന്നത് മുഹാലായിരുന്നു. എന്തുകൊണ്ടാണ് അത് മുഹാലായത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, സയസ്ലാ നാറൻ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അപ്പൊ അല്ലാഹു തആലയ്ക്ക് അറിയാം അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. അതുകൊണ്ടാണ് അബൂലഹബ് മുഅ്മിനാകൽ മുഹാലായത്. തിരിഞ്ഞോ? അബൂലഹബ് എങ്ങാനും മുസ്ലിം ആയിരുന്നെങ്കിൽ അല്ലാഹു തആല ആ പറഞ്ഞത് പൊളിയും. അവൻ അറിവില്ല എന്ന് വരും, അവനിൽ ജഹ്ല് സംഭവിക്കും. അത് മുഹാലാണ്. ഇതുപോലെ തന്നെയാണ് ഇബ്ലീസിന്റെ കാര്യവും. അങ്ങനെയുള്ള മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല എന്നാണ് മഹാനായ സഅദുദ്ദീനു തഫ്താസാനി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ മുഹാല് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞത് ഒരു കാഫിറിന്റെ ഈമാൻ പോലെ എന്നാണ്. നമ്മൾ കാഫിറിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവാണല്ലോ ഇബ്ലീസ്. അവന്റെ ഈമാൻ പോലെ അല്ലാഹു തആലയ്ക്ക് അറിയാം അവൻ മുഅ്മിനാവുകയില്ല എന്ന്. എന്നിട്ട് പിന്നെ അവൻ വായിച്ചത് അവന് പറ്റുമെന്ന് തോന്നിയ ഒരു ഭാഗമാണ്. ലി കൗനിഹി, ആ മുഹാലായതിനു വേണ്ടി, മഖ്ദൂറല്ലിൽ മുക്കല്ലഫി, മുക്കല്ലഫായ ഒരാൾക്ക് കഴിവാക്കപ്പെട്ടതായതിനു വേണ്ടി, ബിൻ നളിരി ഇലാ നഫ്സിഹി, അതിൻ്റെ നഫ്സിലേക്ക് നോക്കലുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവരോടൊക്കെ തക്ലീഫുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യഭൂത വർഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ഇബ്ലീസ് അടക്കമുള്ള സകല ജിന്നുകളെയും ശൈത്വാന്മാരെയും മനുഷ്യരെയും ഒക്കെ പടച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ആരാധന കൊണ്ട് അള്ളാഹു തക്ലീഫ് ചെയ്യുന്നുണ്ട്. ആ തക്ലീഫ് മനുഷ്യഭൂത വർഗങ്ങൾക്കൊക്കെ കഴിവുള്ള കാര്യവുമാണ്. പക്ഷേ ആ കഴിവുള്ള കാര്യം എങ്ങനെയാണ് അസംഭവ്യമായത്? അത് അല്ലാഹു തആലയുടെ അറിവാണ്, അവന്റെ ഇറാദത്താണ്, അവന്റെ അറിയിക്കലാണ്. ഇതൊക്കെ ആരോട് പറയാനാണ്? കിട്ടിയ ഒരു തെളിവായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് തന്നെയാണ് പിന്നെ പറയുന്ന 4 കാര്യത്തിലുമുള്ള കാര്യങ്ങൾ. സാധാരണഗതിയിൽ അടിമയിൽ നിന്ന് സാധ്യമാകുന്നത് മുഹാലിന്റെ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അടിമക്കത് സാധിക്കും. ലാക്കിൻ ഖദ് സബഖ ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു ബി അന്നഹു ലാ യസ്തുറു മിൻഹു, അത് അവനിൽ നിന്ന് അത് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ ഇൽമിൽ നേരത്തെ മുന്തിപ്പോയിട്ടുണ്ട്. വളരെ കൃത്യല്ലേ? ഒരടിമയ്ക്ക് അത് സാധിക്കും, പക്ഷേ അവനിൽ നിന്ന് അത് ഉണ്ടാവൂല എന്ന അള്ളാഹുവിന്റെ ഇൽമ് നേരത്തെ തന്നെ മുന്തിയതാണ്. അള്ളാന്റെ ഇൽമ് മുന്തിയ പിന്നെ അവനിൽ നിന്ന് അത് ഉണ്ടാകുമോ? അതിന് ഉദാഹരണം ആരെയാ പറയുന്നത്? അബൂജഹലിന്റെ ഈമാൻ പോലെ, ഇബ്ലീസിന്റെ ഈമാൻ പോലെ. കണ്ടോ? ഇബ്ലീസിന്റെ ഈമാൻ പോലെ. അപ്പൊ ഇബ്ലീസിന്റെ ഈമാൻ സംഭവിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നതാണ്. ഇനി അത് സംഭവിക്കൽ മുഹാലാണ്. ഇതെന്താണ് ഈ ചങ്ങാതിക്ക് തിരിയാത്തത്? ഇവിടെ അയാൾ തന്നെ വായിച്ചിട്ട് അർത്ഥം പറയാണ്, അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നത് കൊണ്ട് ഇബ്ലീസിനെ പോലെയുള്ളവരുടെ ഈമാൻ സംഭവിക്കുകയില്ല എന്ന്. ഇനി എന്തിനാ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ? ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇതുകൊണ്ട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ എല്ലാവരും ഒറ്റക്കെട്ടായ അഭിപ്രായം പറഞ്ഞു. അതുകൂടി പറയുന്നുണ്ട് മൂപ്പര് വായിച്ചിട്ട്. അഥവാ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അത്തരത്തിലുള്ള മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്ന വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്ന് വരെ നൗഷാദ് വായിക്കുകയാണ്. എന്നിട്ടും ഈ ചങ്ങാതിക്ക് അത് തിരിയുന്നില്ലല്ലോ. എന്നിട്ട് ഇത് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇയാൾക്ക് ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ കിതാബ് പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെ ദുർവ്യാഖ്യാനിച്ചു. ഏതെല്ലാം കോലത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അവസാനം ഞാൻ മഹാനവറുകളുടെ ഒരു കിതാബ് അൽ മൻഹജുൽ മുത്തഹർ എന്ന ഒരു കിതാബ് വായിച്ച് വ്യക്തമായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുത്തു. എങ്കിലെങ്കിലും തലയിലേക്ക് കയറട്ടെ. പക്ഷെ എങ്ങനെ കയറാനാണ്? ഈ കിബ്ർ എന്ന് പറഞ്ഞ സാധനം, ബത്തുറുൽ ഹഖ് വ ഗംതുന്നാസ്, സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുക, ജനങ്ങളെ നിസാരപ്പെടുത്തുക, ഈ രണ്ടും
ഈ ചങ്ങാതിമാരിലില്ലേ? എന്നെ കാണുന്നവരൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു കാര്യം സത്യമാണെന്ന് എത്ര കിതാബുകൾ കൊണ്ടാണ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തത്, എന്നിട്ടും വാശി പിടിക്കുക. പിന്നെയോ എല്ലാ പണ്ഡിതന്മാരെയും നിസാരപ്പെടുത്താം. എന്താണ് ഇവരോട് പറയേണ്ടത്? ഇനി അങ്ങോട്ടുള്ളതൊക്കെ വെറും കോമഡിയാണ്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി. ചിരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗം. അതല്ല, സമയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. എന്തായാലും ഷഹറാനി ഇമാമിന്റെ കിതാബ് നമ്മൾ കൊടുത്തപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇയാൾ നടത്തുന്ന തട്ടിപ്പ്. എന്നാലോ ആ പറയുന്നത് മുഴുവനും അയാൾക്കെതിരാണ്, നമുക്ക് അനുകൂലമാണ്. കേട്ടു നോക്കാം. ഷഹറാനി ഇമാമ് ഇത് മുഹാല എന്ന് പറയുന്ന ആളല്ല. നിങ്ങളുടെ വാദമാണ് ഇവിടെ പഠിച്ചു കിടക്കുന്നത്. ഇബ്ലീസ് മുസ്ലിം ആവുക എന്നത് മുഹാലാണ്, അസംഭവ്യമാണ് എന്നാ നിങ്ങൾ പറഞ്ഞു പെട്ടിട്ടുള്ളത്. നമ്മൾ പറയുന്നത് മുംകിനാണ്. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവനിൽ നിന്ന് അത് ശരിയായി വന്നിട്ടില്ല, അത് സ്വഹിയായി വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വാദമാണ്. ഇങ്ങനെയൊന്നും അല്ല നൗഷാദെ നിങ്ങളുടെ വാദം. ഇപ്പൊ വാദമൊക്കെ ഒന്ന് മാറ്റിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നടക്കൂല. പറഞ്ഞു വെച്ച തെളിവുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞത്? ഇബ്ലീസ് മുസ്ലിമാകൽ മുംകിനാണ് എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യമാണ്. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല എന്നല്ല പറഞ്ഞത്. സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ ഇബ്ലീസും മുസ്ലിമാകും എന്നാണ്. ഷഹറാനി ഇമാം അതിനെയാ ഗണ്ണിച്ചത്. ഇബ്ലീസ് മുസ്ലിം ആവുക എന്നത് സ്വഹീഹല്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല. അതാണ് ആ കിതാബിൽ പറഞ്ഞത് മുഴുവനും. എന്നിട്ടോ പിന്നെ ആവർത്തിച്ച് പറയുന്നത് ഈ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അത് സംഭവിക്കില്ല എന്നാണ്. എൻ്റെ ചങ്ങാതി സംഭവിക്കില്ല എന്ന് തന്നെയല്ലേ ഞാനും ഈ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ വാദം, ആ ചങ്ങാതി പാടിയ പാട്ട് തന്നെ എന്താ? വേണ്ടി വന്നാൽ മടവൂരിൻ്റെ കൊടി ഇബ്ലീസ് പിടിക്കുമെന്നാണ്, സംഭവിക്കുമെന്നാ പറയുന്നത്. ഷഹറാനി ഇമാം പറയുന്നത് സംഭവിക്കൂല എന്നാണ്. എന്നിട്ടോ ഷഹറാനി ഇമാം എന്താ പറയുന്നതെന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ ആളുകളൊക്കെ ഇവിടെ നന്നായി. ഇതിന് ഒരുപാട് തെളിവുണ്ട്. ഇബ്ലീസ് നന്നാവുക എന്നത് അതിന് സിഹത്ത് ഉണ്ടാവൂല. കാരണം അതിന് സിഹത്ത് ഉണ്ടായാൽ പലതും അല്ലാഹു തആല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് സുഹത്തായി സ്വഹിയായി വരിക? ഇതാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ വീഡിയോയിൽ പറഞ്ഞ് ഇബ്ലീസ് മുസ്ലിം ആയാൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് പലതും പൊളിഞ്ഞു പോകും. അത് തന്നെയല്ലേ ഈ പറയുന്നത്. ഇബ്ലീസ് മുസ്ലിം ആവുക എന്നത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സംഭവിച്ചു പോയാൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തുകളിൽ പലതും പൊളിഞ്ഞു പോകുമെന്ന് ഷഹറാനി ഇമാമിന്റെ തന്നെ കിതാബ് വായിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഷഹറാനി ഇമാമിന്റെ കിതാബ് വായിച്ചതിനെ ഗണ്ണിക്കാൻ വന്നിട്ട് മൂപ്പർ അത് തന്നെ പറയാണ്. എങ്ങനെ ചിരിക്കാതിരിക്കും? എന്നിട്ട് ഞാൻ വായിച്ചത് ശരിയാണെന്നൊക്കെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അവൻ മുസ്ലിമാകൽ സ്വഹീഹായാൽ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുക എന്ന ഒരു കാര്യം സംഭവിച്ചാൽ ലതഅത്വലത്ത് ഖബ്ലത്തു അഹ്ലി ശഖ, പിന്നെ ഇവിടെ പരാജിതരായ ആളുകൾ ഉണ്ടാകില്ല. വലം യബ്ഖ ലഹും മൻ യുവസ്വിസു ലഹും ബിൽ മആസി, തെറ്റുകൾ കൊണ്ട് ദുർബോധനം നടത്താൻ അവർക്കിവിടെ ആരും ഉണ്ടാകില്ല. ഇബ്ലീസ് പോയാൽ പിന്നെ തെറ്റില്ലല്ലോ, പാപങ്ങളില്ലല്ലോ. വമഅലൂമുൻ അന്ന അഹദൻ മിനൽ, ഇവിടെ അർത്ഥം വെച്ച് വളരെ കൃത്യമാണ്. ആ അർത്ഥം തന്നെ ഒന്ന് ഉറപ്പിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഞാൻ അർത്ഥം വെച്ചത് വളരെ കൃത്യമാണ്. ഇനി ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമെന്നാണ്. എന്നാ ശ്രദ്ധിച്ചു നോക്കാം. നൗഷാദ് തന്നെ പറയട്ടെ. ഇത് ലൗ സ്വഹ ഇസ്ലാം ഇബ്ലീസ്, ഇസ്ലാം ഇബ്ലീസിന്റെ ഇസ്ലാം എന്നത് സംഭവിച്ചാൽ, നമ്മളെ ചർച്ച സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല, സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നതാണ്. അല്ലല്ലല്ല, നിങ്ങളുടെ പാട്ടുകാരൻ പാടിയത് മടവൂരിന്റെ കൊടി പിടിക്കും എന്നാണ്, സംഭവിക്കും എന്നാണ്. നിങ്ങളും പറഞ്ഞത് സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ സംഭവിക്കും എന്നാണ്. മുംകിനാണോ മുഹാലാണോ എന്നാണ് ചർച്ച. ഇതിൽ പറയുന്നത് അങ്ങനെ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പരാജിതരായി വരുന്ന ആളുകളുണ്ട്, അവരുടെ കാര്യം അള്ളാഹ് ഒരുപാട് എടുത്തു പറഞ്ഞതാണല്ലോ. പരാജയപ്പെട്ട ആളുകളുടെ അവസ്ഥ അതൊക്കെ വെറുതെ ആയി പോകും. അത് പറയുമ്പോഴേക്ക് അത് സംഭവിക്കുക എന്നത് മുഹാലാണെന്ന് അർത്ഥം വെച്ചതാ പ്രശ്നമായത്. ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ നൗഷാദ് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തടി തപ്പാൻ പച്ച നുണ പറയുന്നതാണ്. നൗഷാദെ, നിങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
ഇബ്ലീസ് മുസ്ലിമായി പോയാൽ അല്ലാഹു തആല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, പരാജിതരായ ആളുകളുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ വെറുതെ ആയി പോകും. അപ്പൊ അള്ള പറഞ്ഞൊരു കാര്യം വെറുതെ ആകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടത് മുഹാലാവുകയാണ്. എന്താ ചെയ്യാ? പക്ഷെ അത് സംഭവിക്കൂല, തൗഫീഖില്ലാത്തത് കൊണ്ട്. അതെ, അത് സംഭവിക്കൂല. എന്തുകൊണ്ട്? തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട്. സംഭവിക്കാത്തൊരു കാര്യത്തിനല്ലേ മുഹാൽ എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി ഭാഗം വായിക്കുന്നുണ്ട്, അർത്ഥം പറയുന്നില്ല കേട്ടോ. അർത്ഥം പറഞ്ഞാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് മൂപ്പർ അർത്ഥം പറയാതെ ഓടി അങ്ങോട്ട് പോവാണ്. അതുകൊണ്ടാണ് വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യത്തു ബിദുഖൂലിഹി മഅൽ ഖബദത്തിൽ ലത്തി ഫതഹു ഹുവ ബാബുഹാ അന്നാർ. അപ്പോ ഇവനിൽ നിന്ന് തൗഫീക്ക് വരുന്നില്ല, അതുകൊണ്ടത് സംഭവിക്കുന്നില്ല. എന്താ നൗഷാദ് അവിടെ അർത്ഥം വെക്കാതെ പോയത്? അർത്ഥം പറയണ്ടേ? വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യ, ഖണ്ഡിതമായ നസ്സായ തെളിവുകൾ വന്നിരിക്കുന്നു എന്ന് പറയണ്ടേ? എന്തിനാണ് തെളിവുകൾ വന്നത്? അവനും അവന്റെ അനുയായികളും നരകത്തിൽ, അവനാണ് നരകം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ തെളിവുകൾ ഖണ്ഡിതമായി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം അർത്ഥം വെക്കാതെ അങ്ങ് പോവാണ് രക്ഷപ്പെടാൻ വേണ്ടി. എൻ്റെ സാധു, ഇയാളൊരു കോമഡി പീസ് തന്നെ കേട്ടോ. സത്യമായിട്ടും ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ്. ഇബ്ലീസിന്റെ കുഴിയിൽ വീണുപോയി. ഇബ്ലീസിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്ന അവസാനം ഒരു കോമാളിയായി പോയി. ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് സ്വീകാര്യമാകുന്നില്ല എന്നൊരു ചർച്ച അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിശാചാണല്ലോ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അത് ഉപകാരപ്പെടുന്നില്ല കേട്ടോ. ലാക്കിൻ ലാ യൻഫഉഹു ദാലിക തബറു, ഇബ്ലീസിന്റെ ഒഴിഞ്ഞുമാറ്റം അവൻ ഉപകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അന്നഹു ലം യകുൻ ഫീ ദാരി തക്ലീഫ്. ഇതൊക്കെ ഈ ചങ്ങായി വായിച്ച അതേ കിതാബിലുള്ളതാ. ഓന് പറ്റിയതാണെന്ന് കരുതിയിട്ട് യസിഹു എന്നുള്ള ഒരു ഇബാറത്ത് കണ്ടപ്പോൾ അതിൽ ചാടി പിടിച്ചു വന്നതാ. ഇമാം ഷഹറാനി കൃത്യമായിട്ട് പറയുന്നത് വായിച്ചു നോക്ക്. അവൻ ആഖിറത്തിൽ വെച്ച് പറയുന്ന ഈ സംഭവം അവൻ ഉപകരിക്കാത്ത ലിഅന്നഹു ലം യകുൻ ഫീ ദാരി തക്ലീഫ്, ഓൻ തക്ലീഫിന്റെ ലോകത്ത് നിന്ന് അല്ലാതെ പറയുന്നതാണ്. തക്ലീഫിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ആഖിറം. ആ തക്ലീഫിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകം. അവൻ പറയുന്നത് ആഖിറത്തിൽ നിന്നാണ്. അപ്പൊ ആഖിറത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് അത് സ്വീകാര്യമല്ല. അപ്പൊ ദുനിയാവെന്ന് പറഞ്ഞാലോ, ദുനിയാവിൽ നിന്ന് ഹഖീഖത്തൻ പറഞ്ഞാലോ സാധ്യതയുണ്ട് എന്നല്ലേ ഈ പറയുന്നത്. എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ വായിച്ചില്ല എന്നൊക്കെ വലിയ വർത്താനം പറഞ്ഞു വന്നിട്ട് ഇപ്പൊ എന്താ വായിച്ചത്? അതും ഈ ചങ്ങാതിക്കെതിരാണ്. ഇതൊന്നും ഈ സാധുവിനും മനസ്സിലാകുന്നില്ലേ? നൗഷാദേ, നിങ്ങൾ എവിടം കൊണ്ടാണ് ഈ ചിന്തിക്കുന്നത്? മൂട് കൊണ്ടാണോ? എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാൻ. എന്താ ഷഹറാനി ഇമാമ് പറഞ്ഞത്? അവൻ നാളെ പരലോകത്തെത്തുമ്പോ അവിടെ വെച്ച് അവൻ ഒഴിഞ്ഞു മാറും. ഞാൻ നിങ്ങളുടെ ഈ കാര്യത്തിന് ഉത്തരവാദി അല്ലട്ടോ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുമ്പോ എന്തുകൊണ്ടാണ് ആ ഒഴിഞ്ഞുമാറ്റം സ്വീകരിക്കാത്തത്? അത് പരലോകത്തായത് കൊണ്ടാണ്. അപ്പൊ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണല്ലോ അത്. അപ്പൊ പിന്നെ എങ്ങനെയാ ദുനിയാവിൽ ഇനി ഒരു സാധ്യത ഉണ്ടാവുക? കാരണം പരലോകത്തേക്ക് എത്തിയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഷഹറാനി ഇമാമ് രേഖപ്പെടുത്തിയത്. ഇനി ഇബ്ലീസ് നന്നാകാൻ വേണ്ടി നിങ്ങൾ ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരെല്ലാരും കൂടി വീണ്ടും ഒരു അവസരം അവന് ദുനിയാവിൽ കൊടുക്കൂന്നാണ് വാദമെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഷഹറാനി ഇമാമ് വളരെ കൃത്യമായിട്ട് എഴുതാൻ, അവൻ ആ ഒഴിഞ്ഞുമാറ്റം നടത്തുന്നത് പരലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് ആ ഒഴിഞ്ഞുമാറ്റം സ്വീകരിക്കപ്പെടില്ല, അവനെ നരകത്തിലേക്ക് തള്ളും. ഉടനെ ഇയാൾ പറയാണ് ദുനിയാവിൽ വെച്ചായിരുന്നെങ്കിലോ സാധ്യതയുണ്ട്. ഷഹറാനി ഇമാം എവിടെയാ അത് പറഞ്ഞത്? പരലോകത്തെത്തിയിട്ട് അവിടെ നടക്കുന്ന കാര്യം പോലും പറയുന്നത് ഇവൻ നരകത്തിലാകാനുള്ള കാരണമാണ്. പിന്നെ ദുനിയാവിൽ വെച്ച് എങ്ങനെ സാധ്യതയുണ്ടാകുമെന്നാണ് ഇയാൾ ഈ പറയുന്നത്? ഇങ്ങനെ പൊട്ടത്തെറ്റും വിവരക്കേടും അന്തമില്ലായ്മയും വെറുതെ മനുഷ്യരെ ചിരിപ്പിക്കാൻ ഒരു കോമാളിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ. എന്തായാലും പറയട്ടെ ഷഹറാനി ഇമാം എന്താ പറയുന്നതെന്ന്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഇമാം ഷഹറാനി പറഞ്ഞതിന്റെ ആകത്തുക, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഞാൻ ശിർക്കിൽ നിന്ന് ഒഴിവാണെന്നും ഞാൻ അള്ളാനെ ഭയപ്പെടുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് അവൻ പറയുന്ന സമയം ആഖിറത്തിൽ വെച്ചാണ്. അവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തക്ലീഫിന്റെ ലോകമല്ല, കൽപ്പനകളുടെ ലോകമല്ല ഇവിടെ നിന്ന് പറയേണ്ടിയിരുന്നു മരണത്തിന് മുമ്പ്. അപ്പൊ മരണത്തിന് മുമ്പ് അവൻ പറഞ്ഞതോ അത് യഥാർത്ഥത്തിലുള്ള ഖേദവും കരച്ചിലും അതുപോലെ തന്നെ ഒഴിഞ്ഞു മാറ്റുമല്ല. അത് നിഫാഖ് അതിലുണ്ട്. എന്തുകൊണ്ട് നിഫാഖ് ഉണ്ട്? അവനോട് പറഞ്ഞിട്ടുണ്ട് തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അതവൻ ചെയ്തിട്ടില്ല. എന്താണ് ഈ മനുഷ്യന് പറ്റിപ്പോയത്?
ഇത് കേൾക്കണ ഒരു കൊച്ചു കുട്ടിക്ക് തിരിയില്ലേ? ഷാറാനി ഇമാമ് അവൻ നരകത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതുന്ന ന്യായങ്ങളല്ലേ ഇത്? ഒന്ന്, അവൻ പരലോകത്ത് വെച്ചാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയുന്നത്. പരലോകത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദുനിയാവിൽ വെച്ച് പറയണ്ടേ? പക്ഷെ ദുനിയാവിൽ വെച്ചിട്ട് അവൻ കരയുകയും അതുപോലെ ദുഃഖിക്കുകയൊക്കെ ചെയ്യും. അത് ആത്മാർത്ഥമല്ല, അത് നിഫാഖാണ്, കാപട്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇബ്ലീസ് നരകത്തിലാണ് എന്ന്? എന്നിട്ട് എന്താണ് നമ്മൾ ഇയാളോട് ഇത് പറയേണ്ടത്? ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഇയാൾക്കെതിരാണ്. ഷാറാനി ഇമാമിന്റെ കിതാബ് കൊണ്ടൊന്നും നൗഷാദ് രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങളുടെ നേതാവാണ് എന്നൊക്കെ വെറുതെ വീമ്പ് പറയാമെന്നല്ലാതെ ഷാറാനി ഇമാം ഇബ്ലീസ് ത്വരീഖത്തിൽപ്പെട്ട ആളല്ല, അതിന്റെ ഷെയ്ഖും അല്ല. അതൊക്കെ നിങ്ങളാണ്. അതുകൊണ്ട് ഈ സമ്മാനം നിങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങ് വീതിച്ചെടുത്തോ. അത് വിശ്വാസികൾക്ക് വേണ്ട. ഷാറാനി ഇമാം ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇബ്ലീസ് ആരാണെന്നും അവൻ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയതെന്നും അവൻ ഇനി നരകത്തിൽ പോകാതെ മുസ്ലിം ആയാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയതല്ലേ. അതിനെയല്ലേ ഈ പച്ചയായിട്ട് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത്? എൻ്റെ നൗഷാദ്, എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന കാര്യം? ഷാറാനി ഇമാമിനെ കുറിച്ചല്ലേ? അള്ളാഹിനെ കുറിച്ചല്ലേ? നിങ്ങൾക്കൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഹക്കാണെന്ന്? സങ്കടമുണ്ട് സഹോദര, നല്ല സങ്കടമുണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയതിന്. കാരണം ഏതൊരു കൊച്ചു കുട്ടിക്കും തിരിയുന്ന കാര്യം പോലും ഇങ്ങനെ വളഞ്ഞു പിടിച്ച് ദുർവ്യാഖ്യാനിച്ച് എന്തിൻ്റെ കാര്യമാണിതിന്? ഇബ്ലീസ് നരകത്തിലാണെന്നത് വ്യക്തമല്ലേ? എന്തുകൊണ്ട് ഇബ്ലീസ് നരകത്തിലായി? അല്ലാഹു തആല പറഞ്ഞുപോയി അവൻ നരകത്തിലാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിച്ചു, അഹങ്കരിച്ചു, അവൻ കാഫിറുകളിൽപ്പെട്ടവനാണ്. ഇനി ഒരു സ്പെഷ്യൽ ഇടപെടൽ ഇല്ലട്ടോ. അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല, അഇമ്മത്ത് എവിടെയും പറഞ്ഞിട്ടില്ല സ്പെഷ്യൽ ഇടപെടലിലൂടെ ഇബ്ലീസ് മുഅ്മിനാകുമെന്ന്. അതുകൊണ്ടാണ് അന്തമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇബ്ലീസ് നാളെ ആ സ്പെഷ്യൽ ഇടപെടലിലൂടെ മുസ്ലിം ആയെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഇബ്ലീസ് മുസ്ലിം ആയാൽ ഖുർആനിലെ കുറെ ആയത്തുകൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾക്കൊന്ന് തിരിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതുപോലും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചില്ലേ? എന്താണ് ഇനി നിങ്ങളോട് പറയാ? അള്ളാഹ് നന്നാക്കട്ടെ, അള്ളാഹു നന്നാക്കട്ടെ, അള്ളാഹു നല്ല ബോധം തരട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാണ്, അള്ളാഹു നല്ല ബോധം തരട്ടെ. ഉസ്താദുമാരെയൊക്കെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വാ സഹോദര. ആ ത്വരീഖത്ത് പിഴച്ചതാണ്, നിങ്ങൾ പറയുന്ന ആശയം പിഴച്ചതാണ്. പണ്ഡിതന്മാരോട് ഹസദുണ്ട് എന്ന് കരുതി ഈമാൻ ഇങ്ങനെ വലിച്ചെറിയണോ? അള്ളാഹു നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.